ലൈക്ക് 150, 180 ആ ഒരു ഇതിലെ 2 മാസം കൂടുമ്പോൾ ഒരു മിനിമം ചാർജാണ് നമുക്ക് വരുന്നത്. സീറോ ഇലക്ട്രിസിറ്റി ബില്ല് തന്നെ. അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങളിവിടെ വളരെ ലാവിഷായിട്ടാണ് കറണ്ട് യൂസ് ചെയ്യുന്നത്. എൻ്റെ പേര് ആശ, ഞാനിവിടെ കൊച്ചിയിലാണ് താമസിക്കുന്നത്. ഇത് എൻ്റെ ഹസ്ബൻഡ് ഷാജി ഒരു UK ബേസ്ഡ് കമ്പനിയിൽ IT പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിവിടെ ക്രോക്കറി ആൻഡ് കട്ട്ലറി എന്ന് പറയുന്നൊരു ക്രോക്കറി ഷോപ്പ് നമ്മുടെ കൊച്ചിയിൽ തന്നെ റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുള്ളൊരു തോട്ട് നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ട് ഓൾമോസ്റ്റ് കുറേ നാളായിരുന്നു. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജി മെയിനായിട്ട് വീട്ടിൽ തന്നെ ഇരുന്നതാണ്, വർക്ക് ഫ്രം ഹോം ആയിരുന്നു. പിന്നെ ഞാനാണേലും വീക്ക്ലി വൺസ് ഓർ ടൈസ് വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ കുട്ടികളാണേലും ഫുൾ ടൈം വീട്ടിലുള്ള സമയത്ത് നമ്മുടെ ഒരു കറണ്ട് ബില്ലെന്ന് പറയുന്നത് ലൈക്ക് 15,000 ബിറ്റ്വീൻ 15 and 20,000 ആ ഒരു റേഞ്ചിൽ 2 മാസത്തെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു നമുക്ക് ഈ ഒരു സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സോളാർ കമ്പനീസിനെ കോൺടാക്ട് ചെയ്തു, ഒരുപാട് അടുത്തുനിന്ന് നമ്മൾ കോട്ട് റിക്വസ്റ്റ് ചെയ്തു. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് അവരുടെയൊക്കെ ഒരു സ്പെക്സും റിക്വയർമെൻറ്റ്സും ഒക്കെ ആയിട്ട് നമുക്ക് അലൈൻ ചെയ്ത് ബേസിക്കലി മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഒരു മണി ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് റിലയബിളായിട്ടുള്ളൊരു കമ്പനി ആയിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഫീല് നമുക്ക് തോന്നില്ല. ആ ഒരു സമയത്തായിരുന്നു ഷാജിയുടെ ഒരു കൊച്ചി തന്നെയുള്ള ഒരു ഫ്രണ്ട് മിസ്റ്റർ ജോൺ നമുക്ക് സിഗ്നെറ്റ് ഐഡിയെക്കുറിച്ച് പറയുന്നതും. ഷാജി സിഗ്നെറ്റ് ഐഡിയെ കോൺടാക്റ്റ് ചെയ്തു. സിഗ്നെറ്റ് ഐഡിയയിലെ മിസ്റ്റർ ജോജോ അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്നു. പിന്നെ എനിക്കുണ്ടായിരുന്നൊരു മെയിൻ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്, നമ്മുടെ റൂഫ് ടോപ്പ് എന്ന് പറയുന്നത് ഈ ഓടിട്ടതായിരുന്നു. അപ്പം മെയിനായിട്ട് നല്ല നീറ്റായിട്ടുള്ളൊരു ആ നീറ്റ്നെസ് പോകുമോ എന്നുള്ളൊരു കൺസേൺ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതൊന്നും തന്നെ ഉണ്ടായില്ല. അവർ നല്ല നീറ്റായിട്ട് നല്ലതായിട്ട് ആ വർക്ക് നല്ലതായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെന്ന് പറയുന്നത് ഷാജി അവരോട് പറഞ്ഞിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ ഒരു പ്രൊവിഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണെങ്കിലും അത് നമുക്കൊരു പാത്വേ പ്രൊവൈഡ് ചെയ്ത് നല്ലതായിട്ട് തന്നെ ചെയ്തു തന്നു. അതുമാത്രമല്ല, ഇതിൻ്റെ എല്ലാവിധ പേപ്പർ വർക്കും നമുക്ക് സബ്സിഡി കിട്ടാനായിട്ട് KCBയുടെ എല്ലാ ഫോർമാലിറ്റീസിനുള്ള പേപ്പർ വർക്കാണെങ്കിലും അതൊക്കെയാണല്ലോ ഒരു മെയിൻ തലവേദന. അതൊന്നും തന്നെ നമുക്ക് അറിയേണ്ടി വന്നിരുന്നില്ല. എല്ലാവരും നല്ല സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്തു. പിന്നെ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ വിത്തിൻ 2 days തന്നെ ഇൻസ്റ്റലേഷൻ എല്ലാം നല്ല നീറ്റായിട്ട് പ്ലേസ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു സീറോ ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് തന്നെ പറയണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു മിനിമം ചാർജ് അല്ലേ വരുന്നുള്ളൂ. മീറ്റർ ചാർജ് ഒരു ലൈക്ക് 150, 180 ആ ഒരു ഇതിലെ 2 മാസം കൂടുമ്പോൾ ഒരു മിനിമം ചാർജാണ് നമുക്ക് വരുന്നത്, സീറോ ഇലക്ട്രിസിറ്റി ബില്ല് തന്നെ. അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങളിവിടെ വളരെ ലാവിഷായിട്ടാണ് കറണ്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ലിവിങ് റൂമിൽ നമ്മളൊരു എക്സ്ട്രാ AC ലിവിങ് റൂമിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിലും ഈ ഇലക്ട്രിക് കെറ്റിലൊക്കെ ഫ്രീക്വൻ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണല്ലോ ഇപ്പോൾ എനിക്ക് വളരെ മനസ്സമാധാനത്തോടുകൂടി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങളിവിടെ താമസിക്കുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ്. സോ ഒരു 2-3 ഫ്രണ്ട്സിന് നമ്മളത് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരും ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡേ ബൈ ഡേ ഇലക്ട്രിസിറ്റി ബില്ല് ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയാണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരു നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്ത് സോളാറിലോട്ട് വരണമെന്നാണ് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ സിഗ്നെറ്റ് ID നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. അവരുടെ ഹാസിൽ ഫ്രീ ആയിട്ടുള്ള പേപ്പർ വർക്ക് ആണെങ്കിലും ഈസി ആയിട്ടുള്ള വളരെ ഷോർട്ട് ടൈമിലുള്ള ഇൻസ്റ്റലേഷൻ ആണെങ്കിലും ഇവർ ഇൻസ്റ്റലേഷൻ മാത്രമല്ല ഈവൻ ഇയർലി സർവീസും പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലീനിങ് പോലുള്ള ഇയർലി സർവീസ് നമ്മളിപ്പം വെച്ചിട്ട് ഓൾമോസ്റ്റ് 1 year ആയി. നമ്മുടെ 1 year സർവീസും കഴിഞ്ഞു. സോ അത് മറ്റ് സോളാർ കമ്പനിക്ക് ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് നമ്മൾ തന്നെ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ അങ്ങനെ ഒരു ഹൈലൈറ്റും കൂടെ ഉണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും നിങ്ങൾക്ക് സിഗ്നെറ്റ് ID നല്ല ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യാം.